എന്തായിരുന്നടാ അകത്തൊരു ബഹളം? ജോൺ പുറത്തേക്ക് ചെന്നതും ക്രിസ്റ്റ് തിരക്കി. അകത്തു നടന്ന സംസാരമെല്ലാം ജോൺ അവനോട് പറഞ്ഞു. അവളാൾ കൊള്ളാമല്ലോ, വന്നു കയറി ഒറ്റ ദിവസം കൊണ്ട് വീട്ടിലുള്ള എല്ലാവരെയും കയ്യിലെടുത്തില്ലേ? ക്രിസ്റ്റി പുച്ഛത്തോടെ പറഞ്ഞു. എൻ്റെ ക്രിസ്റ്റി, ആ കൊച്ച് എന്നാ ചെയ്തിട്ടാ നീ ഇങ്ങനെ അതിനെ കാണുമ്പോൾ കടിച്ചു കീറാൻ ചെല്ലുന്നേ? നിന്റെ ഇന്നലത്തെയും പ്രകടനത്തിൻ്റെയാ ഞാൻ കുറച്ചു മുന്നേ കേട്ടത്, ജോൺ പറഞ്ഞു. നീ വാ, നമുക്ക് പോകാം. ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ബാക്കി കൂടെ കേൾക്കേണ്ടി വരും, ക്രിസ്റ്റി ജോണിനോട് പറഞ്ഞുകൊണ്ട് നടന്നു. ഇതെല്ലാം കൂടി എങ്ങോട്ട് പോകുന്നു കൊച്ചേ? ഡൈനിങ് ടേബിളിന് മുകളിൽ കയറിയിരുന്ന ചപ്പാത്തി കഴിക്കുന്ന സ്റ്റെല്ലയോട് ട്രീസ ചോദിച്ചു. സ്റ്റെല്ല അതിന് നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. എൻ്റെ കുഞ്ഞാൻറ്റി, ഈറക്കുഴലിനകത്ത് പൊടിവാരി ഇടുന്നത് പോലെയാണ് ഇവളുടെ വയറ്റിലോട്ട് ആഹാരം പോകുന്നത്. എന്നാൽ ഈ കഴിക്കുന്നത് വല്ലതും ശരീരത്തിനുണ്ടോ? അതുമില്ല, ക്ലാര പറഞ്ഞു. അത് നിങ്ങളൊക്കെ കൂടെ എന്നെ കണ്ണുവെച്ചിട്ടാ, സ്റ്റെല്ല പുച്ഛത്തോടെ പറഞ്ഞു. ആ മതി മതി, എല്ലാം കൂടെ സംസാരിച്ചിരിക്കാതെ എളുപ്പം കഴിച്ചിട്ട് പോയി റെഡിയാകും സ്റ്റെല്ല കൊച്ചേ. ധ്രുവി, മോളും പോയി റെഡിയായി വാ, കുരിയച്ചൻ രണ്ടുപേരോടുമായി പറഞ്ഞു. എവിടെ പോകാനാ അപ്പച്ച? ക്ലാര തിരക്കി. മോൾക്ക് കോളേജിൽ പോകേണ്ടതല്ലേ, അപ്പോൾ പുതിയ കുറച്ച് ഡ്രസ്സും വേണ്ട സാധനങ്ങളുമൊക്കെ വാങ്ങാമെന്ന് കരുതി, കുരിയച്ചൻ പറഞ്ഞു. അതെന്തായാലും നന്നായി, നിങ്ങൾ എളുപ്പം പോയി ഒരുങ്ങാൻ നോക്ക് പിള്ളാരെ, ട്രീസ പറഞ്ഞു. ഞങ്ങളും വരുന്നുണ്ട്, കോറസ് പോലെ ആൽവിയും പറഞ്ഞു. നീയൊക്കെ എന്തിനാ പോകുന്നേ? ലിസി തിരക്കി. ഈ രണ്ട് പെൺപിള്ളാരെയും കൊണ്ട് ചാച്ചനൊറ്റയ്ക്കല്ലേ പോകുന്നത്? ഞങ്ങളൊരു പ്രൊട്ടക്ഷന് വേണ്ടി കൂടെ പോകുന്നു, ആൽബി പറഞ്ഞു. എൻ്റെ ലിസി, ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവിടെ നല്ല പെങ്കൊച്ചുങ്ങൾ കാണും. ഇവരുടെ കൂടെ പോയാൽ ഇവന്മാർക്ക് വായി നോക്കാം, അല്ലാതെ വേറെന്താ? ട്രീസ പറയുമ്പോൾ ആൽബിയും ലിസിയെ നോക്കി ചിരിച്ചു കാണിച്ചു. ഹ, നീ ഒന്നും മിണ്ടാതിരി ട്രീസേ, അവന്മാരെ കൂടി വരട്ടെ. നിങ്ങൾ പോയി റെഡിയാകട പിള്ളാരെ, കുരിയച്ചൻ പറഞ്ഞു. ചാച്ചൻ ഞങ്ങളുടെ മുത്താണ്, കുരിയച്ചൻ്റെ ഇരു കവിളിലും പിടിച്ചു വലിച്ചുകൊണ്ട് ആൽവിയും പറഞ്ഞു. പിള്ളേർ സെറ്റ് റെഡിയായി വന്നതും എല്ലാവരും കൂടി മാളിലേക്ക് പുറപ്പെട്ടു. മാളിലെത്തിയതും അവർ നേരെ ലേഡീസ് സെക്ഷനിലേക്കാണ് പോയത്. ധ്രുവി 2-3 ധാവണി എടുത്തു. ഇതെന്നാ കൊച്ചേ, ഇത് മാത്രമേ എടുത്തുള്ളൂ? ധ്രുവിയുടെ കയ്യിലെ ധാവണിയിലേക്ക് നോക്കി കുരിയച്ചൻ ചോദിച്ചു. എനിക്കിത് മതിയപ്പച്ച, ധ്രുവി അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് വീട്ടിൽ നിൽക്കുമ്പോഴോ അമ്പലത്തിൽ പോകുമ്പോഴോ ഉടുത്തോ, കോളേജിൽ ഇട്ടുകൊണ്ട് പോകാൻ ഇത് വേണ്ട. മോളങ്ങോട്ട് മാറി നിന്നേ, മോൾക്കുള്ളത് അപ്പച്ചൻ എടുത്തോളാം. നിങ്ങളും കൂടി വാടാ പിള്ളാരെ, കുരിയച്ചൻ ആൽബിയെയും കൂടി വിളിച്ചു. 4-5 ലോങ് ടോപ്പും ലെഗിൻസും 2-3 ഷർട്ടും ക്രോപ്പ് ടോപ്പും ജീൻസുമാണ് അവർ സെലക്ട് ചെയ്തത്. ഞാനിതൊന്നും ഇടാറില്ല അപ്പച്ച, ധ്രുവി വല്ലായ്മയോടെ കുരിയച്ചനോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നിട്ട് ശീലിക്കുന്നേ, ആൽബി ധ്രുവിയോട് പറഞ്ഞു. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും ധ്രുവി പിന്നെ ഒന്നും പറഞ്ഞില്ല. സ്റ്റെല്ലയ്ക്കും ഡ്രസ്സ് എടുത്തിട്ട് അവർ നേരെ ജെൻസ് സെക്ഷനിലേക്ക് പോയി. ഹോ, എന്തോരം കളക്ഷനാണിവിടെ. ജെൻസ് സെക്ഷനിൽ ചെന്നതും ചുറ്റും നോക്കിക്കൊണ്ട് സ്റ്റെല്ല പറഞ്ഞു. ഡി പിടക്കൊഴി, മര്യാദയ്ക്ക് അടങ്ങി നടന്നു. ചാച്ചനെങ്ങാനും കേട്ടാൽ നിന്റെ പപ്പും പൂടയും പറിച്ചെടുക്കും, ആൽബി സ്റ്റെല്ലയോട് പറഞ്ഞു. സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണ് മിസ്റ്റർ, നിങ്ങളൊക്കെ വായി നോക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാനൊന്ന് ചുറ്റും നോക്കിയതാ ഇപ്പോൾ കുഴപ്പം? സ്റ്റെല്ല അവനോട് ചോദിച്ചു. അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ആൽബി, നീ വാ, ആൽബി അതും പറഞ്ഞ് മുൻപോട്ട് നടന്നു. ആൽബിക്കും ടീഷർട്ടും ഷോർട്ട്സും എടുത്തിട്ട് അവർ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. കുരിയച്ചനൊരു കോൾ വന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവർ ഓരോ ഐസ്ക്രീം ഓർഡർ ചെയ്തു. ഷെറിൻ ചേച്ചി, സ്റ്റെല്ല പറയുന്നത് കേട്ട് ആൽബിയും തിരിഞ്ഞു നോക്കി. ചെറുപുഞ്ചിരിയോടെ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന പെൺകുട്ടിയെ കണ്ടവർ 3 പേരും പരസ്പരം ഒന്ന് നോക്കി. ചേച്ചി എന്താ ഇവിടെ? ഷെറിൻ അരികിൽ വന്നതും സ്റ്റെല്ല തിരക്കി. നിങ്ങളിങ്ങോട്ട് കയറുന്നത് ഞാൻ കണ്ടിരുന്നു. ക്രിസ്റ്റി ചേട്ടായിയുടെ കല്യാണം കഴിഞ്ഞല്ലേ? ഷെറിൻ സ്റ്റെല്ലയോട് ചോദിച്ചു. സ്റ്റെല്ല ഒന്ന് മൂളി. ഇതാണല്ലേ കുട്ടി? ധ്രുവിയെ നോക്കിക്കൊണ്ടവൾ ചോദിച്ചതും അതേ എന്നപ്പോൾ ധ്രുവി തലയാട്ടി. എന്താ പേര്? ധ്രുവി, ഷെറിൻ ചോദിച്ചതും ധ്രുവി പറഞ്ഞു. ക്രിസ്റ്റി ചേട്ടായിക്ക് നന്നായി ചേരും, എനിക്കിഷ്ടമായി, ധ്രുവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഷെറിൻ പറഞ്ഞു. ഷെറിൻ ചേച്ചി, ആൽബി വിളിച്ചതും ഒരു മങ്ങിയ ചിരിയോടെ ഷെറിൻ അവനെ നോക്കി. ഞാൻ പോട്ടെ, അപ്പച്ചനുണ്ട് കൂടെ. ഞാനിങ്ങോട്ട് വന്നത് കണ്ടിട്ടില്ല. നിങ്ങളെ കൂടെ കണ്ടാൽ പിന്നെ അത് മതി ഇന്നത്തേക്ക്. ഞാൻ കാരണം വെറുതെ നിങ്ങൾ കൂടി അപ്പച്ചൻ്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. ഷെറിൻ 4 പേരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ ആ ചിരിയിൽ നിറഞ്ഞിരുന്ന വേദന മറ്റു 3 പേരെ പോലെ ധ്രുവിയും ശ്രദ്ധിച്ചിരുന്നു. ആ ചേച്ചി ഏതാ? ധ്രുവി സംശയത്തോടെ ചോദിച്ചു. നീ അറിഞ്ഞിരിക്കേണ്ട ആളാ മോളെ, ഞങ്ങളുടെ ചേട്ടായി കാരണമാണ്.
അപ്പോൾ ആ ഒരു ജീവിതമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നേ, ആൽവി ധ്രുവിയോട് പറഞ്ഞു. എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല, ധ്രുവി പറഞ്ഞു. അതായത് കുട്ടി, എൻ്റെ പുന്നാര ചാച്ചൻ്റെ പ്രേമഭാജനമാണ് ആ പോയ ഷെറിൻ ചേച്ചി, സ്റ്റെല്ല അവളോട് പറഞ്ഞു. സ്റ്റെല്ല പറഞ്ഞതും ധ്രുവിയുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞു വന്നു. എൻ്റെ പൊന്ന് സ്റ്റെല്ല, നീ ഇങ്ങനെ വാലും തലയുമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയാതെ ഉള്ള കാര്യം അങ്ങ് പറ. ദാ ഇവിടെ ഒരാൾ ഇപ്പം കരയുമെന്നും പറഞ്ഞായിരിക്കുന്നേ, ധ്രുവിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ആൽബി പറഞ്ഞു. എൻ്റെ പൊന്നു ധ്രുവി, ചാച്ചനെന്ന് ഞാൻ പറഞ്ഞത് നിൻ്റെ കെട്ടിയോനെ അല്ല, ജോൺ ചാച്ചനെയാണ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ജോൺ ചാച്ചൻ കല്യാണം വേണ്ടെന്ന് വെച്ച കാര്യം? ആ കഥയിലെ നായികയാണ് ഇപ്പോൾ ഇവിടുന്ന് പോയേ, സ്റ്റെല്ല പറയുമ്പോൾ ധ്രുവി അവളെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നാത്തിനാ കൊച്ചേ നീ എന്തെങ്കിലും കേട്ടാൽ ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്നേ? ക്രിസ്റ്റി ചേട്ടായിയുടെ മുൻപിൽ ഇങ്ങനെ നിന്നാൽ നിനക്ക് കരയാനേ സമയം കാണൂ, ആൽവി അവളോട് പറഞ്ഞു. കുരിയച്ചൻ വന്നതും ഓർഡർ ചെയ്ത ഐസ്ക്രീം കഴിച്ച് അവർ വീട്ടിലേക്ക് മടങ്ങി. രാത്രി ജോണും ക്രിസ്റ്റിയും വന്നതും സ്റ്റെല്ല ജോണിനോട് സംസാരിക്കാനായി അവൻ്റെ റൂമിലേക്ക് പോയി. ജോൺ ചാച്ച, സ്റ്റെല്ലയുടെ വിളി കേട്ടവൻ തിരിഞ്ഞു നോക്കി. നിനക്ക് ഉറക്കമൊന്നുമില്ലേ കൊച്ചേ? നാളെ കോളേജിൽ പോകേണ്ടതല്ലേ? ജോൺ അവളോട് ചോദിച്ചു. എനിക്ക് ചാച്ചനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു, സ്റ്റെല്ല പറയുമ്പോൾ അവൻ എന്താ എന്നപ്പോൾ അവളെ നോക്കി. ഞങ്ങളിന്ന് പുറത്തു പോയപ്പോൾ ഷെറിൻ ചേച്ചിയെ കണ്ടിരുന്നു. പെട്ടെന്ന് ജോണിൻ്റെ മുഖം മങ്ങിയത് സ്റ്റെല്ല ശ്രദ്ധിച്ചിരുന്നു. എന്തിനാ ചാച്ച ചേച്ചി ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ചാച്ചനായിട്ട് വേണ്ടെന്ന് വെച്ചിട്ടും ചേച്ചി ഇപ്പോഴും കാത്തിരിക്കുന്നില്ലേ? ഇത്രയും നാൾ ക്രിസ്റ്റി ചാച്ചൻ്റെ കാര്യം പറഞ്ഞൊഴിഞ്ഞു മാറിയില്ലേ? ഇപ്പോൾ ക്രിസ്റ്റി ചാച്ചൻ മിന്നുകെട്ടി കഴിഞ്ഞു. ഇനിയെങ്കിലും ചാച്ചന് ചേച്ചിയെ കൂടെ കൂട്ടിക്കൂടെ? സ്റ്റെല്ല ജോണിനോട് ചോദിച്ചു. ക്രിസ്റ്റിയുടെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ സ്റ്റെല്ല? അതിനിടയിൽ ഞാൻ ഷെറിനെ കൂടെ കൂട്ടിയാൽ ശരിയാകില്ല, ജോൺ അവളോട് പറഞ്ഞു. കുഞ്ഞാൻ്റി പറഞ്ഞതുപോലെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹിക്കുന്ന പെമ്പിള്ളാരുടെ ശാപവും പേറി ജീവിക്കാനാണ് എൻ്റെ 2 ചാച്ചന്മാരുടെയും വിധി. സ്റ്റെല്ല അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. ജോണിനെ തിരക്കി വന്ന ക്രിസ്റ്റി അവരുടെ സംസാരം കേട്ടിരുന്നു. താൻ കാരണമാണ് ജോണിനും ഷെറിനും ഒരു ജീവിതമില്ലാത്തതെന്നോർക്കെ ക്രിസ്റ്റിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. മനസ്സിൽ പല ഉറച്ച തീരുമാനങ്ങളും എടുത്തുകൊണ്ടവൻ റൂമിലേക്ക് നടന്നു. രാവിലെ കോളേജിൽ പോകാൻ ഒരുങ്ങിയിറങ്ങിയതാണ് ധ്രുവി. ഒന്നവിടെ നിന്നേ. താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയതും ക്രിസ്റ്റിയുടെ വിളി കേട്ട് ധ്രുവി തിരിഞ്ഞു നോക്കി. ഒരുങ്ങിക്കെട്ട് രാവിലെ എങ്ങോട്ടാ? ക്രിസ്റ്റി ധ്രുവിയോട് ചോദിച്ചു. ഞാൻ കോളേജിൽ പോകുക, തല താഴ്ത്തി നിന്നുകൊണ്ട് ധ്രുവി പറയുമ്പോൾ ക്രിസ്റ്റി അവൾക്ക് തൊട്ടരികിൽ എത്തിയിരുന്നു. ധ്രുവി മുഖമുയർത്തി നോക്കിയതും തൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന ക്രിസ്റ്റിയെ കണ്ട് 2 അടി പിന്നോട്ട് വെച്ചു. ക്രിസ്റ്റി ധ്രുവിയെ നോക്കിക്കൊണ്ട് അവളുടെ ചുവപ്പണിഞ്ഞ സീമന്തരേഖ കൈ ഉയർത്തി തുടച്ചു നീക്കി. ധ്രുവി നിറ കണ്ണുകളോടെ ക്രിസ്റ്റിയെ നോക്കി. നാട്ടുകാരുടെ മുൻപിൽ എന്നെ നാണം കെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ താലിയും സിന്ദൂരവും ഇട്ട് കെട്ടിയൊരുങ്ങി കോളേജിൽ പോകുന്നേ? ദാ, ഒന്നെങ്കിൽ ഇത് അഴിച്ചു വെച്ചോണം, അല്ലെങ്കിൽ ആരും കാണാതെ ഇട്ടുകൊണ്ട് നടന്നോണം. ഇതിങ്ങനെ കഴുത്തിൽ തൂക്കിയിട്ട് എല്ലാവരെയും അറിയിച്ചേ മതിയാകൂ എന്ന് നിനക്കെന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നീ ഇതിടില്ല. പൊട്ടിച്ചെടുത്തിരിക്കും ഞാനിത്, ധ്രുവിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി ദേഷ്യത്തോടെ പറഞ്ഞു. ക്രിസ്റ്റി താഴേക്ക് പോയതും ധ്രുവി തൻ്റെ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് താലിമാല ആരും കാണാത്ത വിധം ടോപ്പിനുള്ളിലേക്കിട്ടു.